നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. സമയമാറ്റവും ഒടുവിൽ വിവാദത്തിലായി. സംസ്ഥാനത്തെ ഹൈസ്കൂളുകളുടെ സമയക്രമം അരമണിക്കൂർ കൂട്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഇനി മുതൽ അരമണിക്കൂർ അധികം പഠിപ്പിക്കും. രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ ആയിരിക്കും ഇനി മുതൽ ഹൈസ്കൂൾ ക്ലാസ്സുകൾ. രാവിലെയും ഉച്ചയ്ക്ക് ശേഷം 15 മിനിറ്റുകൾ വീതമാണ് കൂട്ടിയത്. 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിൽ ശനിയാഴ്ച അധിക പ്രവൃത്തി ദിനമാക്കില്ല. UP വിഭാഗത്തിൽ ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം തുടർച്ചയായി വരാത്ത 2 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളായിരിക്കും. ഹൈസ്കൂളിൽ 6 ശനിയാഴ്ചകളും പ്രവൃത്തി ദിനങ്ങളാകും. 25 ശനിയാഴ്ചകൾ ഉൾപ്പെടെ 220 അധ്യയന ദിനം തികയ്ക്കുന്ന രീതിയിലാണ് പുതിയ വിദ്യാഭ്യാസ കലണ്ടർ. കഴിഞ്ഞ വർഷത്തേക്കാൾ 16 ശനിയാഴ്ചകളാണ് പുതിയ കലണ്ടറിൽ പ്രവൃത്തി ദിനം. പുതിയ അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിനെതിരെ അധ്യാപക സംഘടനകളുടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. KSTA ഉൾപ്പെടെയുള്ള ഭരണാനുകൂല സംഘടനകൾ പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. വിദ്യാഭ്യാസ നയം പരിഗണിക്കാതെയാണ് പുതിയ കലണ്ടറെന്നാണ് അധ്യാപക സംഘടനകളുടെ പരാതി. പുതിയ വിദ്യാഭ്യാസ കലണ്ടർ ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണെന്ന് അധ്യാപക സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. CPI അധ്യാപക സംഘടന AKSTU എതിർപ്പ് പരസ്യമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം സ്കൂൾ സമയം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. സമസ്തയുടെ വിമർശനത്തിന് പിന്നാലെയാണ് പ്രതികരണം. സമയക്രമീകരണത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ചർച്ച നടത്തുമെന്നും V. ശിവൻകുട്ടി വ്യക്തമാക്കി. ഹൈക്കോടതി അംഗീകാരം ഉണ്ടെങ്കിൽ സ്കൂൾ സമയം കൂട്ടിയ ഉത്തരവ് പിൻവലിക്കാം. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ക്രമീകരണം നടത്താൻ കഴിയും. ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ലെന്നും പരാതി കിട്ടിയാൽ ചർച്ച ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്ത് വന്നിരുന്നു. സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കുമെന്നും ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ജിഫ്രി തങ്ങൾ പ്രതികരിച്ചു. സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജിഫ്രി തങ്ങൾ. ഒരു പെറ്റിക്കേസ് പോലും സമസ്തയുടെ പേരിലില്ല. തീവ്രവാദം ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന സംഘടനകളുണ്ട്. സമസ്ത ഒരു തുറന്ന പുസ്തകമാണ്. മതമുള്ളവരും ഇല്ലാത്തവരുമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നും ചടങ്ങിൽ ജിഫ്രി തങ്ങൾ വ്യക്തമാക്കി. എന്തായാലും 2025-2026 അധ്യയന വർഷത്തിൽ ശനിയാഴ്ചകളിൽ അധിക പ്രവൃത്തി ദിനങ്ങൾ പ്രഖ്യാപിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം തുടർച്ചയായി വരാത്ത 2 ശനിയാഴ്ചകളും 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം തുടർച്ചയായി വരാത്ത 6 ശനിയാഴ്ചകളും പ്രവൃത്തി ദിനമാക്കി. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഈ അധ്യയന വർഷത്തിൽ അധിക പ്രവൃത്തി ദിനങ്ങളില്ല. 5 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകൾക്ക് ജൂലൈ 26, ഒക്ടോബർ 25 എന്നീ ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാകും. 8 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്ക് ജൂലൈ 26, ഓഗസ്റ്റ് 16, ഒക്ടോബർ 4, ഒക്ടോബർ 25, ജനുവരി 3, ജനുവരി 31 എന്നീ ശനിയാഴ്ചകൾ അധിക പ്രവൃത്തി ദിനമാക്കി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവായി. മറ്റൊരു വാർത്ത കൂടി നമുക്ക് നോക്കാം. +1 വിദ്യാർത്ഥിനിക്കെതിരെ വ്യാജ ലൈംഗിക പീഡന വാർത്ത പ്രചരിപ്പിച്ച അധ്യാപികയെ പോലീസ് സംരക്ഷിക്കുന്നുവെന്ന ആരോപണം ശക്തമാവുകയാണ്. കിളിമാനൂർ രാജ രവിവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയ്ക്കെതിരെയാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടും നടപടിയെടുക്കാൻ കിളിമാനൂർ പോലീസ് തയ്യാറാകാത്തത്. സഹ അധ്യാപകനോടുള്ള ദേഷ്യത്തിലാണ് അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന വ്യാജ വാർത്തയാണ് അധ്യാപിക പ്രചരിപ്പിച്ചത്. ജനുവരിയിൽ വിദ്യാർത്ഥിനി അപസ്മാരം ബാധിച്ച് അവധിയിലായിരുന്ന കാലയളവിലാണ് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്. അപമാന ഭാരത്താൽ 16-കാരിയായ വിദ്യാർത്ഥിനിക്ക് പഠനം നിർത്തേണ്ടി വന്നു. പോലീസിലും വിദ്യാഭ്യാസ വകുപ്പിലും തുടർന്ന് മെയ് 27 മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. PTA നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജൂൺ 5-ന് ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു. അതേ ദിവസം ഇവർക്കെതിരെ കിളിമാനൂർ പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും ചന്ദ്രലേഖയ്ക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടുണ്ട്.